ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വീവ്. ഇന്ന് നമ്മളെ ഒരു ടോപ്പ് കട്ടിങ് തന്നെയാണ്. പക്ഷേ നെക്കിലൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വർക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയൽസാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ലൈനിങ് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ്. അപ്പോൾ ഞാനിവിടെ 2 മീറ്റർ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മീറ്റർ ലൈനിങ് ഇതേപോലെ തന്നെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. അതായത് ഫോൾഡിലാണല്ലോ കിടക്കുക. നമ്മൾ എങ്ങനെയാണോ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് അതേപോലെ തന്നെ രണ്ടാക്കി മടക്കിയിട്ട് ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 39 പോയിൻറ്റ് സംതിങ് ലെങ്ത്ത് കിട്ടും. അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണ്. ഇനി ഞാനിതാ ഇതുപോലൊരു 1/2 ഇഞ്ചിലൊരു വര വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷോൾഡർ ജോയിനിങ്ങിനുള്ള വരയാണത്. ഇനി നമുക്ക് നമ്മളുടെ ബാക്ക് കഴുത്തിറക്കം അനുസരിച്ചിട്ട് നമ്മളുടെ ഷോൾഡർ ഇവിടെ എടുക്കേണ്ടത് 7 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യണം. ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പിനും അത് കഴിഞ്ഞിട്ട് ഒരു 6.5 ഇഞ്ച് നമ്മൾ ആം ഹോൾ ലെങ്ത്തുമായിട്ട് ആദ്യം മാർക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് വരച്ച ശേഷം ഒന്ന് നമ്മൾ മെഷർ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ബാക്കി ചെയ്യാറുള്ളത് എപ്പോഴും. അപ്പോൾ എൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്കത് അറിയുണ്ടാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ബോഡിയിൽ നിന്നും മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോഴുള്ളതാണ്. അപ്പോൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ചെസ്റ്റിൻ്റെ അളവ് ഇവിടെ 38 അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ലൂസിന് വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ചാണ് യൂഷ്വലി നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്കിവിടെ ചെയ്യുമ്പോൾ 10.25 ഇഞ്ചിലാണ് ആദ്യത്തെ മാർക്കിങ്. അതിന് ശേഷം ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷേപ്പ് ലെങ്ത്ത് ഇവിടെ 13.5 ഇഞ്ചാണ്. ഞാൻ ആ മുകളിലുള്ള ഷോൾഡർ ലൈനിൻ്റെ താഴേക്കാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3/4 ഇഞ്ച് ഈസിന് വേണ്ടി ചേർക്കുക. അപ്പോൾ ഇവിടെ 9.5 ഇഞ്ചാണ്. എന്നിട്ട് 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ വരച്ചെടുക്കാം. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആം ഹോളിൻ്റെ പകുതി എടുക്കുക, ലെങ്ത്തിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം. എന്നിട്ട് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ബോഡിയിൽ നിന്നും മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ആം ഹോൾ റൗണ്ട് ഉണ്ടല്ലോ, അത് എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചാണ് ലൈനിങ് ഇട്ടിട്ടുള്ള ഡ്രസ്സുകൾക്ക് ലൂസായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് 17.5 ഇഞ്ചാണ് ടോട്ടൽ വരിക. അതിൻ്റെ പകുതിയായിട്ടുള്ള 8.25 എനിക്കിതുപോലെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കിട്ടും. പക്ഷേ എനിക്കിവിടെ 9.5 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് ഇത് കയറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കണം. അതായത് ആം ഹോൾ ലെങ്ത്ത് ഒന്ന് നമ്മൾ 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് വരച്ചിട്ട് വീണ്ടും നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ചെസ്റ്റും സീം അലവൻസും മാർക്ക് ചെയ്തത് അവിടെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം വീണ്ടും ഇപ്പോൾ എടുത്ത ലെങ്ത്തിൻ്റെ മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആം ഹോൾ റൗണ്ട് ഒന്നും കൂടി വരച്ചിട്ട് നമ്മളൊന്ന് മെഷർമെൻറ്റ് എടുത്ത് നോക്കണം. നമ്മൾ വീണ്ടും മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 8.25 ഒരു 1/4 ഇഞ്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലും വലിയ പ്രശ്നം വരില്ല. നെക്ക് വിട്ടും നെക്ക് ലെങ്ത്തൊക്കെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. പക്ഷേ നമ്മുടെ ഇവിടെ നെക്കിൽ നമുക്ക് വർക്കൊക്കെ ഉള്ളത് കൊണ്ട് ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ ഒരു 2.25 മാർക്ക് ചെയ്തത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതുപോലെ ബാക്ക് നെക്ക് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് 4 ഇഞ്ചാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ 3.25 ഇഞ്ചിലാണ് ഇറക്കം മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊരു വൈഡായിട്ടൊരു യു ജസ്റ്റ് മാർക്ക് ചെയ്ത് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഇപ്പം ഞാൻ കട്ട് ചെയ്യാറില്ല. ഏറ്റവും ലാസ്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്താണ് കട്ട് ചെയ്യാറുള്ളൂ. ജസ്റ്റ് ഇത് വരച്ച് വയ്ക്കുന്നുണ്ട്. ഇനി സൈഡുകളൊന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ എ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് പിന്നെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് ആ ലൈനിങ്ങിന് എത്ര വിട്ട് കിട്ടുന്നോ അത് മുഴുവനായിട്ട് നമ്മൾ കവർ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. താഴെ തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടി ഒരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ബാക്കിലെ പീസ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ട് കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിൻ്റെ അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെസ്റ്റിലും അതേപോലെ തന്നെ വേസ്റ്റിലും ഞാനൊരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനിയാണ് നമുക്ക് നെക്കൊക്കെ മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ വർക്കുള്ള തുണികളിൽ എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഈ വർക്കുള്ള തുണിയുടെ ലെങ്ത്ത്, വിഡ്ത്ത്, അതുപോലെ നെക്കിൻ്റെ വിഡ്ത്ത്, നെക്കിൻ്റെ ഡെപ്ത്ത് ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ ഒന്ന് അളന്ന് നോക്കണം. അതിന് ശേഷം മാത്രം നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഇതുപോലെ ബാക്കും ഫ്രണ്ടും ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ആ നെക്കിൻ്റെ വർക്ക് വരുന്ന ഭാഗം 2 സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ആ നെക്ക് ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. അതിൻ്റെ നിന്ന് മിസ്സായതാണ്. ആ നെക്ക് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് 3 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ റെഡി ആയി കഴിയുമ്പോഴാണ് ആ 3 ഇഞ്ച്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് 2.25 ഇഞ്ചിലാണ്. അങ്ങനെയാണ് ഞാൻ ബാക്കിൽ ഓൾറെഡി 2.25 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇനി നമുക്കിത് ഇതേപോലെ നമ്മുടെ ലൈനിങ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ലൈനിങ്ങും എ ലൈൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ലൈനിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കടയിൽ നിന്നൊന്നും മെഷർ ചെയ്ത് നോക്കിയില്ല. പക്ഷേ 1.25 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ വീണ്ടും ആദ്യം പോയിട്ട് ലൈനിങ് എടുക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്തത്. കാരണം എ ലൈൻ ആണല്ലോ, അല്ല സ്ലിറ്റഡ് ആണെങ്കിൽ നമുക്ക് കുറച്ച്
ഫാബ്രിക് സേവ് ചെയ്തിട്ട് എടുക്കാമായിരുന്നു. പക്ഷേ ഇതിൽ വർക്ക് വരുന്ന ആ ഒരു പോർഷനിൽ കുറച്ച് അങ്ങോട്ട് തള്ളി നിന്നിട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൈസിന് എന്തായാലും കൈയിൻ്റെ സെൻറ്ററിൽ ജോയിൻറ്റ് വരാതെ നമുക്ക് എടുക്കാൻ സ്ലീവ് കിട്ടില്ല. അപ്പോൾ സ്ലീവിലും ആ ഒരു സെൻറ്ററിൽ ഒരു ജോയിൻറ്റ് വരും. അപ്പോൾ ഇവിടെ ഞാനിതാ ഈ സൈഡിൽ ഒരു വര വരച്ച് വയ്ക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ജോയിൻറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ മുകളിൽ ഒരു വര വരയ്ക്കുന്നുണ്ട്. അതൊരു ഫാബ്രിക് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വരച്ച് വെച്ചതാണ്. ഇനി നമുക്ക് എത്രയാണോ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് ഇട്ടിട്ട് വേണം നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ. ലൈനിങ് വെക്കാതെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് താഴെ മടക്കി അടിക്കാനും അതേപോലെ മുകളിൽ ഷോൾഡറിൽ ജോയിൻ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നത്. ഇനി ഇപ്പോൾ കാണിക്കുന്ന ഈ 7 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ആം റൗണ്ടിൻ്റെ കൂടെ 1 ഇഞ്ച് ചേർക്കുമ്പോൾ എനിക്ക് 14 കിട്ടുക. അതിൻ്റെ പകുതിയാണ് ഇവിടെ കൊടുക്കുന്നത്. ആം റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്തിനെയാണ് പറയുന്നത്. ആം റൗണ്ടും ആം ഹോളും വേറെയാണ്. ഇനി നമ്മളിതാ ഇതേപോലെ വെച്ചിട്ട് 7 ഇഞ്ചും അതേപോലെ തന്നെ 8.5 ഇഞ്ച് ഇതുപോലെ നമുക്ക് കോർണറിലേക്ക് വെക്കുമ്പോഴും കിട്ടുകയാണെങ്കിൽ ആ ഒരു പോയിൻ്റാണ് നമ്മുടെ ക്യാപ്പ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ 8.5 ഇഞ്ച് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനിവിടെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ബോഡി സ്മാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ 8.25 ഇഞ്ച് മെഷർ ചെയ്യുമ്പോൾ വന്നു. നമുക്ക് അവിടെ എത്രയാണോ കിട്ടുന്നത് അതിനെക്കാട്ടിലൊരു 1/4 ഇഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ എനിക്കവിടെ 8.25 ആയതുകൊണ്ട് ഞാനിവിടെ 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ആ 8.5 ഇഞ്ചും 7 ഇഞ്ചും എവിടെയാണോ ഒരുമിച്ച് വരുന്നത് അതാണ് നമ്മുടെ ക്യാപ്പ് ഹൈറ്റ്. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു. എന്നിട്ടൊരു 1/2 ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്ത് വരച്ചു. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ. അതിനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ച് താഴേക്ക് വരയ്ക്കുന്നതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. ഇനി നമ്മൾ താഴെയുള്ള സ്ലീവ് ഓപ്പണിൻ്റെ അവിടെ ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് നമ്മൾ രണ്ട് സൈഡും സീം അലവൻസ് ഇട്ട് കൊടുക്കണം. ബോഡിയിൽ എത്രയാണോ കൊടുത്തത് അത് തന്നെ നമ്മൾ ഇവിടെയും ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ സ്ലീവാണ്. നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മളുടെ മെയിൻ ക്ലോത്തിനെ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് ഒന്ന് മെഷർ ചെയ്ത് കാണിച്ചു തരാം. അതായത് നമുക്ക് റെഡിയായി കഴിയുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ 3 ഇഞ്ചിലിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതിനെക്കാട്ടിലും നെക്ക് കയറി പോവില്ലേ. അതുകൊണ്ട് നമ്മളിതാ 2.25 ഇഞ്ചിൽ വേണം നമ്മളിതിട്ട് കട്ട് ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് അത്രയും സംശയമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മുകളിലേക്ക് വർക്ക് ഇല്ലാത്ത ഭാഗം ഉണ്ടല്ലോ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ വെച്ചിട്ടൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ചു, അതിൻ്റെ മേലേക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം വെച്ചു. എന്നിട്ട് ഇതേപോലെ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് മുകളിൽ ഷോൾഡറിൻ്റെ അവിടേക്ക് കുറച്ച് ഇതുപോലെ വർക്കില്ലാത്ത ഒരു വശം വരും. അത് കുഴപ്പമില്ല, കാരണം എനിക്ക് ഇന്നാലാണ് ഇറക്കം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ നെക്ക് ഓരോ രീതിയിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ അടിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതേപോലെ അടിച്ചിട്ട് എക്സ്ട്രാസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നോച്ചസ് ഇട്ടിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. ഇതിപ്പോൾ ത്രെഡ് എംബ്രോയ്ഡറി ആയതുകൊണ്ട് ഞാൻ എൻ്റെ സാധാരണ ഡബിൾ ഫൂട്ടർ ഉണ്ടല്ലോ നമ്മുടെ മെഷീനിലുള്ള അത് തന്നെ ഇട്ടു. അല്ല നിങ്ങൾക്ക് സ്റ്റോണൊക്കെ വരുന്ന പോലത്തെ എംബ്രോയ്ഡറി മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ ഫൂട്ട് ഇട്ടിട്ട് വേണം ഇതുപോലെ അടിക്കാൻ. അതിന് ശേഷം എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്തെടുത്തു, ഞാൻ തിരിച്ചെടുത്തു. അപ്പോൾ നമുക്ക് നെക്ക് വളരെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.